ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ പുതിയൊരു യൂണിറ്റ് ആണ് തുടങ്ങുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ആണ്. അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് എടുക്കുന്നത്. കമ്മ്യൂണിക്കേഷന്റെ 3 ലെവല്, അതിൽ 3 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് തേർഡ് വൺ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് വണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ നോക്കുന്നത്, ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഒരാളുമായിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഒരാളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? കമ്മ്യൂണിക്കേഷന് പല പ്രോസസ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നടക്കാം. ആക്ഷൻസിലൂടെ, റിട്ടേണിലൂടെ, ഓറലില്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഫീലിങ്സ് നമുക്കൊരു റിട്ടേൺ ആയിട്ട് എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. അത് അഡ്രസ് റിസീവർ കിട്ടും, നമ്മൾ സെൻഡർ ആവും. അപ്പൊ നമ്മളത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോൺ ചെയ്യാം, അത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളെ സ്പീക്കിംഗ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആക്ഷൻസ്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഫീലിങ്സ്, എന്തെങ്കിലും ഒരു നമ്മുടെ എക്സ്ട്രാ ഗസ്റ്റേഴ്സ് ഉള്ളത്, നമ്മൾ ഓരോരോ കമ്മ്യൂണിക്കേഷൻസ് നടത്തും. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള നമുക്ക് ഒരാളെ കാണിക്കാനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഫീലിങ്സിനെയാണ് എന്തെന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അല്ലെ? അല്ലല്ല, ഫസ്റ്റ് വൺ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻട്രോഡക്ഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ we interact, communicate with them. Communicating with the unit while you are reading to fact, communicating through next is often said 11age communication characterized speed, efficiency and ability, transphysical and geographical limitations, but what ഡിക്ഷണറി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോ മാഗസീനൊക്കെ വായിക്കുന്നത് അതെന്താണ്? അത് റിട്ടേൺ ആണ്, അല്ലെ? റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് അത് വരുന്നത്. പിന്നെ നമ്മൾ ഈ മെയില്, ഈ പിന്നെ പോസ്റ്റല്, മാഗസീൻസ്, ടെക്സ്റ്റ് മെസ്സേജസ്, അതൊക്കെ നമ്മുടെ ഒരു റിലേഷൻ വേറൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെയാ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്തായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ നമ്മളിപ്പോ സെൻഡർ ചെയ്യുന്നത് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ, ഒരു മെസ്സേജ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പം ഒരു സെൻഡർ എന്ത് ചെയ്യുന്നു, അത് എൻകോഡിങ് ചെയ്യുന്നു. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പേഴ്സൺ ആണ് ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണെന്ന് വിചാരിക്കാം. ഈ ടെക്സ്റ്റ് മെസ്സേജിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമുക്ക് ഒരു സെൻഡറും വേണം, ഒരു റിസീവറും വേണം, ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടേ? അപ്പം സെൻഡർ എന്ന് പറയുന്നത്, ഒരു സെൻഡർ എന്ത് ചെയ്യും? ടെക്സ്റ്റ് മെസ്സേജ് എന്ത് ചെയ്യുന്നു? അത് ടെക്സ്റ്റ് ചെയ്യുന്നു. പിന്നെ അയാൾ എന്ത് ചെയ്യണം? ഈ സെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അയക്കുന്നു. അതാരാ ചെയ്യുന്നത്? അയാളാണ് ആര്? റിസീവർ എന്ന് പറയുന്ന ആള്. ഇത് സെൻഡർ ആണ്. ഈ സെൻഡറിനെയും റിസീവറിനെയും പറയുന്ന വേറൊരു പേരാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. അതായത് നമ്മൾ മെസ്സേജ് ഇവിടെ നിന്ന് ചെയ്യുമ്പോഴേ അത് ടെക്സ്റ്റ് ആയി ഇതെന്ത് ചെയ്യും? റിട്ടേൺ. ഇതിപ്പോ കമ്മ്യൂണിക്കേഷൻ തന്നെ റിട്ടേൺ ഉണ്ട്, സ്പോക്കൺ ഉണ്ട്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ഉണ്ട്. ഏതില്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില്. അപ്പം റിട്ടേൺ വേർഡ്, ബുക്സ്, മാഗസീൻസ് ഒക്കെ ഇതിൽ പെടും, കമ്മ്യൂണിക്കേഷൻസിൽ പെടും. അപ്പൊ ഈ ഒരു സെൻഡറെ നമ്മൾ പറയുന്നത് എന്താണ്? എൻകോഡഡ് ആണ്. ഇതിലെന്താണ്? നമ്മുടെ സ്പീക്കർ ആവാം, അതൊക്കെ നമ്മൾ ഏതിൽ പെടും? ഈ സെന്ററിൽ പെടും. അതേസമയത്ത് ഡീകോഡിംഗ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ആളെയാണ് പറയുന്നത്. റിസീവ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ അയച്ചത് ആരാണോ അയക്കുന്നത് അയാൾ റിസീവറെയാണ് എന്ന് പറഞ്ഞ ഡീകോഡിംഗ് എന്ന് പറയുന്നത് ആരായിരിക്കാം? ലിസണർ ആവാം, റീഡർ ആവാം, ആൻഡ് ഒരു സ്പീക്കർ, അവർ പറയുന്നതാണ് എന്ത്? ഡീകോഡർ എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്ന ആള് ഡീകോഡറും
എൻകോഡിങ്ങും റിസീവ് ചെയ്യുന്ന ആള് ഡീകോഡറുമാണ്, അത് റിസീവ് ഇതാണ്. അപ്പം ഇത് ഈ സെൻഡർ എന്ന് പറയുന്ന ആള് റൈറ്റർ ആണ്, റൈറ്റർ ആവാം, സ്പീക്കർ ആവാം, അങ്ങനെയുള്ളവരാണ് ആരെന്ന് പറയുന്നത് എൻകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഇത് പറഞ്ഞു, എന്താണ് ഡീകോഡറും എന്താണ് എൻകോഡറും എന്ന് എൻകോഡർ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്റ് ഇൻവോൾവ് ലീസ് 2 persons അഡ്രസ് ആണ്. ഒരു രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കും എന്തുണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. ഒന്ന് അഡ്രസ്സർ ആയിരിക്കും, ഒന്ന് റിസീവർ ആയിരിക്കും. അതൊന്നായിരിക്കും, ഒന്ന് സെൻഡർ ആയിരിക്കും, ഒന്ന് റിസീവർ ആയിരിക്കും. ഒന്ന് സെൻഡർ ആണ് എൻകോഡർ, മറ്റേത് ഡീകോഡർ ആണ്. അങ്ങനെയുള്ളതായിരിക്കും. ദ ടോപ്പിക് എലമെന്റ്സ് ഓഫ് ദ മെസ്സേജ്, എന്തൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തായാലും ഒരു എലമെന്റ്സ് ഓഫ് ദ മെസ്സേജ് ഉണ്ടാവും. ദ മീഡിയം ത്രൂ മെസ്സേജ് ട്രാവൽ, ഇമെയിൽ, അതായത് മീഡിയം ത്രൂ മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ, ടെലിഫോണ്, വാട്സപ്പ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഏതിൽ പെടുന്നത്, ദ ചാനൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുന്നത് ചാനലാണെങ്കിൽ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അതൊക്കെ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. പിന്നെ കോഡ്, ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ കോഡിനെ നമ്മൾ എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്, ലാംഗ്വേജിലാണ് ഉൾപ്പെടുത്തുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആവാം, ഫ്രഞ്ച് ആവാം, ഹിന്ദി ആവാം, മലയാളം ആവാം. പക്ഷെ അത് സെൻഡർ ഒരു മലയാളം ആണെങ്കിൽ അത് റിസീവർ അത് മലയാളി ആവണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവണം എന്നില്ല. പക്ഷെ അത് അയാൾ അയക്കുന്ന സെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കോഡാണ്. ദ മെസ്സേജ് ഫ്രം സെലക്ഷൻ പെർട്ടിക്കുലർ ഗ്രാമർ ആൻഡ് ലോജിക്കൽ ചോയ്സസ്, ദ സെറ്റിംഗ് ദ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സെറ്റിംഗ്സും എന്തിനുണ്ട്, അത് അതിന്റെ ഏതാണ് എലമെന്റ്സ് ആണ്. കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ഇൻറ്റു 2 persons ആണ്. അതിനൊരു ടോപ്പിക് വൈസ് ഉണ്ടാവും, ആ മെസ്സേജിനൊരു ടോപ്പിക് വൈസ് ഉണ്ടാവും. പിന്നെ അതിനൊരു ചാനൽ ഉണ്ടാവും. ചാനൽ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആവാം, മെസ്സേജസ് ആവാം, ട്രാവൽസ് ആവാം, ഇമെയിൽ ആവാം, അതൊക്കെ അതിന്റെ ചാനലാണ്. അതിനൊരു കോഡ് ഉണ്ടാവും. കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, നമ്മൾ ഏത് ലാംഗ്വേജസും നമുക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ മെസ്സേജസ് ആണ്. മെസ്സേജസ് എന്ന് പറയുന്നത് സെലക്ഷൻ പെർട്ടിക്കുലർ ഗ്രാമർ ആൻഡ് ലെക്സ് ചോയ്സസ്, പെർട്ടിക്കുലർ ഗ്രാമർ വൈസ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ദ സെറ്റിംഗ്സ്, ദ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സെറ്റിംഗ്സും, അതാണ് അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിലൊരു എക്സസൈസ് ഉണ്ട്. എക്സസൈസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷന്റെ ഒരു എക്സസൈസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ തന്നെ ഈ കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷന്റെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇമോട്ടീവ് ഫംഗ്ഷൻ ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇമോട്ടീവ് ഫംഗ്ഷൻസ് ആണ്. ഇമോട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമോഷൻസിനെയാണ്. അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന ഒരു ഇമോഷണൽ വേർഡ് ആണ് ഇത്. ഹോ അല്ലെങ്കിൽ നോ, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമോഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. അത് അതിന്റെ എന്താണ്, ഒരു മാക്രോ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇത് ഇമോഷീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഡയറക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീക്കിംഗ് അഫക്റ്റ് ബിഹേവിയർ ടു അതേഴ്സ്. നമ്മളിപ്പോ ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അല്ലെങ്കിൽ അവരെ നമ്മുടെ ബിഹേവിയറിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സീക്കിംഗ് ഓഫ്, ലൈക്ക് എന്താ, ക്ലോസ് ദ ഡോർ, പ്ലീസ് കം ഇൻ, അതൊക്കെ നമ്മൾ എന്താണ് സീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഫംഗ്ഷനിൽ പെടുന്നതാണ്. കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് ഇത് ഈ സീക്കിംഗ് ബിഹേവിയർ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഫാറ്റിക് ഫംഗ്ഷൻസ്. ഫാറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ദ ചാനൽ ഓർ ചെക്കിംഗ് that is working. ഓപ്പണിംഗ് ദ ചാനൽ ഓർ ചെക്കിംഗ് that is working. അതായത് നമ്മളിപ്പോ ഒരാളെ കണ്ടു കഴിഞ്ഞാല് ഹലോ, ആർ യു ഓക്കെ, ഹൗ ആർ യു ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫാറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയറ്റിക് ഫംഗ്ഷൻ ആണ്. പോയറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദ പെർട്ടിക്കുലർ ഫോം ചൂസൺ ടു എസെൻസ് ദ മെസ്സേജസ്. ദിസ് റെഫേഴ്സ് ടു ഈസ്തെറ്റിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് അനുസരിച്ചിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് പോയറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ചൂസണിനെയാണ് എന്ത് പറയുന്നത് ഫാറ്റിക് ഫംഗ്ഷൻസ്, പോയറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ടു ക്യാരി ഇൻഫോർമേഷൻസ്, അതെന്ത് ചെയ്യുന്നതാണ് ഇൻഫോർമേഷനെ ക്യാരി ചെയ്യുന്നതിനാണ് റെഫറൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. മെറ്റാലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻസ് ഫോക്കസിങ് അറ്റൻഷൻ ടു കോഡ് ഇറ്റ്സെൽഫ്.
കോഡ് ഇറ്റ്സെൽഫ്. എക്സാമ്പിൾ ദ യൂസ് ഓഫ് ബോത്ത് വിൽ, ഷാൽ, വില്ല് അങ്ങനെയുള്ളതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ദ മെറ്റാ ലിംഗ്വിസ്റ്റിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഭാഷാപരമായിട്ടുള്ള ഫങ്ഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ത് കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ ആണ്. ക്രിയേറ്റിംഗ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോണ്ടെക്സ്റ്റ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് മീറ്റിംഗ്, ലെറ്റ്സ് സ്റ്റാർട്ട്, റൈറ്റ്, ഓക്കെ, താങ്ക് യു, അതൊക്കെ എന്താണ് ഒരു കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ ആണ്. അപ്പം ഫങ്ഷൻസിന്റെ പ്രധാനപ്പെട്ട ഒരു മാക്രോ ഫങ്ഷൻസിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഏത് ഫങ്ഷൻ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷനിലാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണ് ഇമോട്ടീവ് ഫങ്ഷൻസ്. ഇമോട്ടീവ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഡയറക്റ്റീവ് ഫങ്ഷൻസ്. ആൻഡ് third one the phatic functions. Fourth one poetic functions. Fifth one the referential functions. Sixth one the metalinguistic functions. Seventh one the contextual function. ഇത്രയും ഇതിന്റെ കമ്മ്യൂണിക്കേഷന്റെ മാക്രോ ഫങ്ഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. Okay, and the next one is barriers to communications. Barriers to communications means എന്താണ്? Barriers means physical conditions നെയാണ് എന്തെന്ന് പറയുന്നത്. Barriers physical എന്ന് പറഞ്ഞാൽ barriers എന്ന് പറഞ്ഞാൽ physical, that is a structure communication. It is said that the communication can never 100% കംപ്ലീറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയതല്ല. മെനി ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ദ പ്രോസസ്. അതിന് വേണ്ടുന്ന നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. The communication something can always go wrong with one more else. From your own experience, make listen the factors that impede communication. താഴെ പറയുന്ന ഇത് നമുക്ക് താഴെയുള്ള ഫങ്ഷൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് അതൊരു എന്ത് ചെയ്യാൻ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഡാണ്. കോഡ് എന്ന് പറയുന്നത് ദ അഡ്രസ്സർ ആൻഡ് ദ അഡ്രസ്സീ may not share the same language between them. The addressee is speaking in French and the addressee does not know French. അതായത് കോഡ്. കോഡ് മീൻസ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻഡർ ഒരു കോഡർ ഒരു എൻകോഡർ ലാംഗ്വേജ് ബേസ്, അതായത് അദ്ദേഹത്തിന്റെ ഭാഷയിലായിരിക്കണം എന്നില്ല, അത് റിസീവർ ചെയ്യുന്ന ആൾക്ക് അത് കിട്ടണം എന്നുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യണം? between them the address is speaking in French and address is not in French. അതെന്താണ് ഒരു കോഡ്. the addresser and the address may not share the same language. രണ്ടും കൂടി ഒരു സെയിം ലാംഗ്വേജ് ആകണം എന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി മീൻസ് the market declined under persistent beer hammering. One who is not familiar vocabulary to stock market may not understand this means. vocabulary എന്ന് പറഞ്ഞാൽ ഓറൽ ആയിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത് വൊക്കാബുലറി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. ടെക്നിക്കൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് കൺസെപ്റ്റ് നോട്ട് അണ്ടർസ്റ്റുഡ് ഓൾ. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ഹോൾ സിമ്പിൾ ലാംഗ്വേജ് കൺസെപ്റ്റ് മീൻ അണ്ടർസ്റ്റുഡ് മീനിങ്. ഇത് കൺസെപ്റ്റിനെ മീൻസ് ചെയ്തിട്ട് ഉള്ളതാണ് ഇതെന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻ, വിക്ടോറിയൻ സ്റ്റൈൽ മെൻഷൻസ്, പിന്നെ പ്രൊനൗൺസിയേഷൻസ്, അതൊക്കെ എന്തിനാണ് സ്പോക്കൺ ലാംഗ്വേജ് കൾച്ചർ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഫിസിക്കൽ എൻവയോൺമെന്റൽ ഡിസ്റ്റർബൻസ്, ഈവൻ ഫിസിക്കൽ ഡിസ്റ്റൻസ്, അഡ്രസ് ഇൻവെറ്റ് effective communication. Next one is affective factors ആണ്. affective factors എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഇമോഷൻസ്, ആങ്സൈറ്റി, സാഡ്നെസ് അങ്ങനെയുള്ളതിനെയൊക്കെ എന്താണ് affective factors ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഏതിന്റെയാണ് barriers of functionsന്റെ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ട കാര്യങ്ങളാണ് ഇത്രയും barriers of communication എന്ന് പറയുന്നത്.